അപ്പൊ നിങ്ങൾ എല്ലാവരുടെയും പാട്ട് കേട്ട് ഇങ്ങനെ ഞെട്ടിത്തെരിച്ചിരിക്കുകയാണ് അല്ലെ? ഇനി നമുക്ക് കുറച്ച് ഡയലോഗ് ഒക്കെ കേട്ടിട്ട് ഞെട്ടിത്തെരിച്ചിരുന്നാലോ? റെഡിയാണോ? യൂഷ്വലി ഒരു മിമിക്രി ആർട്ടിസ്റ്റ് ഒരു 3-4 ഹീറോസിന്റെ അല്ലെങ്കിൽ ഹീറോയിൻസിന്റെ സൗണ്ടാണ് ചെയ്യാൻ പറ്റുന്നത്. എന്നാൽ നമുക്ക് ഇവിടെ ആള് വന്നിട്ടുണ്ട്, എല്ലാവർക്കും അറിയുന്ന ആളാണെന്ന് തോന്നുന്നു, ഒരുപാട് റിയാലിറ്റി ഷോസിലൊക്കെ ചെയ്തിട്ടുള്ള ആളാണ്. പുള്ളിക്കാരൻ ഒരു 10 മിനിറ്റിനകം 34+ ഹീറോസിന്റെ സൗണ്ട് ആണ് നിങ്ങൾക്കായിട്ട് ഇവിടെ ലൈവായിട്ട് അനുകരിക്കാൻ പോകുന്നത്. സോ ഒട്ടും സമയം കളയുന്നില്ല, പറഞ്ഞ് ഞാൻ കുളമാക്കുന്നില്ല, അദ്ദേഹത്തെ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ലെറ്റ് മീ ഇൻവൈറ്റ് അശ്വന്ത് അനിൽകുമാർ ഓൺ ടു ദ സ്റ്റേജ് പ്ലീസ്. നമസ്കാരം, നല്ലൊരു കൈഡി തരാമോ? താങ്ക് യു. സത്യം പറഞ്ഞാൽ ഇത്രയധികം ഓഡിയൻസിനെ കണ്ട ഒരു ത്രില്ലിലാണ് ഞാൻ. എന്താ ചെയ്യേണ്ടതെന്ന് അറിയത്തില്ല. അപ്പോ കയ്യടി ഉണ്ടെങ്കിൽ മാത്രം മുന്നോട്ട് പോകുന്ന ഒരു പരിപാടിയാണ് മിമിക്രി എന്ന് പറയുന്നത്. കയ്യടി ഞാൻ ഈ സൈഡിൽ നിന്നായിരിക്കും ചെയ്യുന്നത്, കാരണം എനിക്ക് ഇവിടുത്തെ ചേട്ടന്മാരുടെ സപ്പോർട്ട് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഞാൻ ഇവിടെ തന്നെ നിന്ന് ചെയ്യാം. അതിനു മുൻപ് വിനീതേട്ട ഇതെന്റെ ഒരു ഡെഡിക്കേഷൻ ആയിട്ട് മാത്രം കണക്കാക്കുക. വിനീതേട്ടനോട് വന്നപ്പോൾ പറഞ്ഞ തട്ടത്തിൻ മറയത്ത് എന്ന ചിത്രത്തിലൂടെ നമ്മുടെ നിവിൻ പോളി നായകനായി മാറി. അതിനകത്ത് ഒരു ഹിറ്റ് ഡയലോഗ് അവതരിപ്പിച്ച് ഞാൻ സ്റ്റാർട്ട് ചെയ്യുവാണ്. തുടങ്ങുന്നതിന് മുൻപ് നല്ലൊരു കൈഡി തരാമോ? താങ്ക് യു. ട്രാക്ക് ഒന്ന് പ്ലേ ചെയ്യുമോ? അനുരാഗത്തിൻ വേള എന്ന് പറഞ്ഞ ട്രാക്ക് ഒന്ന് പ്ലേ ചെയ്യണേ. ചെക്ക് ചെക്ക്. കുറച്ച് ഗെയിം വേണം പ്രശ്നം. ചെക്ക് ചെക്ക് ചെക്ക്. ഓക്കെ, ട്രാക്ക്. പയ്യന്നൂർ കോളേജിന്റെ വരാന്തയിലൂടെ ഞാൻ ഐശ്വര്യപ്പെട്ടു. വടക്കൻ ജില്ലത്തിൽ മാത്രം കണ്ടുവരുന്നത് പ്രത്യേകതരം പാതിരാ കാറ്റുണ്ട്. അതോടെ തട്ടത്തിലും മുടിയിലൊക്കെ തട്ടിത്തളഞ്ഞു പോകുന്നുണ്ടായിരുന്നു. ഇരുട്ടിൽ നിന്നും വെളിച്ചത്തിലേക്ക് ഓരോ വട്ടം വരുന്തോറും പെണ്ണിന്റെ മഞ്ച് കൂടി കൂടി വന്നു. അന്ന് ആ വരാന്തിൽ വെച്ച് ഞാൻ മനസ്സിലുറപ്പിച്ചു, മറ്റൊരുത്തരമായി തോക്കുന്നത് ഈ ഉമ്മച്ചിക്കുട്ടി ഇവളെന്റെയാണ്. താങ്ക് യു. ഇനി ഞാന് ലാലേട്ടൻ ഫാൻസ് ഉണ്ടെങ്കിൽ ഒന്ന് മേടിക്കോ? ലാലേട്ടൻ ഫാൻസ്, മമ്മൂക്ക, സൂര്യ ഫാൻസ്, സൂര്യ നടിക്കുന്ന സൂര്യ ഫാൻസ്, ദുൽഖർ സൽമാൻ ഫാൻസ് ഉണ്ടോ? നിവിൻ പോളി ഫാൻസ്, ലാസ്റ്റ് ബട്ട് നോട്ട് ലീസ്റ്റ് ദളപതി വിജയ് ഫാൻസ് ഉണ്ടോ? ഞാനപ്പോ ഇത്രയും താരങ്ങളുടെ ശബ്ദം ലൈവായിട്ട് നിങ്ങൾക്ക് മുന്നിൽ നിന്ന് ഡബ് ചെയ്യാൻ പോകണം. കോമഡി ഉത്സവം എന്ന് പറഞ്ഞ പരിപാടിയിലൂടെയാണ് സ്പോട്ട് ഡബിങ് കൂടുതൽ ജനകീയമായി മാറിയത്. അതുകൊണ്ട് തന്നെ ജസ്റ്റ് നമ്മുടെ വീഡിയോ ഒന്ന് പ്ലേ ചെയ്യാവോ? സ്പോട്ട് ഡബിന്റെ വീഡിയോ ഞാൻ ഈ സൈഡിൽ നിന്നായിരിക്കും ഡബ് ചെയ്യാം. ജസ്റ്റ് ആ വിഷ്വൽ ഒന്ന് പ്ലേ ചെയ്യാവോ? ചെക്ക് ചെക്ക്. ഓഡിയോ ട്രാക്ക് കുറച്ച് കയറിയാണ്. മലയാളത്തിന്റെ പ്രിയപ്പെട്ട നടൻ വിനയ് ഫോർട്ട്. ഒന്ന് സ്കിപ്പ് ചെയ്തിട്ടുള്ളൂ കേട്ടോ. എല്ലാ താരങ്ങളുടെയും ശബ്ദം ഞാനിവിടെ മ്യൂട്ട് ചെയ്തിരിക്കുകയാണ്. അപ്പോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട താരങ്ങളെല്ലാം ഇനി എന്റെ ശബ്ദത്തിലൂടെ ഇവിടെ മിന്നി മറഞ്ഞു പോകും. ഇനി വരാൻ പോകുന്ന 10 മിനിറ്റിൽ നിങ്ങൾ കേൾക്കാൻ പോകുന്നത് മൊത്തം താരങ്ങളുടെ ശബ്ദമായിരിക്കും. ബാക്ക്ഗ്രൗണ്ട് സ്കോർ എനിക്ക് കുറച്ചുകൂടി ലെവൽ തരണം. തുടക്കം തൊട്ട് ഒന്ന് പ്ലേ ചെയ്തു. തുടങ്ങുന്നതിനോട് നല്ലൊരു കൈ തരാമോ? താങ്ക് യു. പ്ലേ. മോളെ, അച്ഛൻ്റെ അമ്മയുടെ മനസ്സിൽ ഇഷ്ടം തോന്നിയപ്പോൾ അതുപോലെ തന്നെ ഞങ്ങളുടെ മനസ്സ് തമ്മിൽ ഒന്നായപ്പോൾ അമ്മയുടെ മൈൻഡ് പോലുണ്ടാവും. എന്റെ കല്യാണമാണ് മുടങ്ങി, അല്ലാതെ ചക്കത്തെ പോയി. ഗൃഹനാഥന് പിന്നെ ഇതൊന്നും അറിയണ്ടല്ലോ. കല്യാണം കഴിഞ്ഞിട്ടാണ് ഇത് നടന്നിരുന്നെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്തേനെ? ഉത്തരം പറ, ഉത്തരം പറ, ഉത്തരം പറ, ഉത്തരം പറ. എനിക്ക് കിട്ടിയില്ല, കിട്ടിയില്ല. അവസാനം നീ കഴിയുമ്പോൾ അനുഭവം കൊണ്ട് പറയുന്നേ. അതുകൊണ്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇപ്പൊ തന്നെ അവിടെ പോയി പറഞ്ഞു. അല്ലൊരു മാമ, ഈ റഷ്യയിലുള്ള അമ്മകളൊക്കെ നല്ലൊരു പയ്യനുള്ളവരോ കേട്ടോ. സുബ്രഹ്മണ്യനെ വിളിച്ച അവന് സംസാരിക്കാൻ പോലും സമയമില്ല. ഭാഗ്യം ഞാൻ നെഞ്ചിനാവേണ്ടത്. ഇല്ലായിരുന്നെങ്കിൽ എന്റെ ചില കോളേജിൽ ഇവന് വെള്ളം കിട്ടാതെ ചത്തുപോയി. അങ്ങനൊന്നുമല്ല. വെൻ തിങ്സ് ആർ ഗോയിങ് റിയലി ബാഡ് ഫോർ യു, നമുക്ക് ജീവിതത്തിൽ കുറച്ച് നല്ല സുഹൃത്തുക്കളുണ്ടെങ്കിൽ എവരിത്തിങ്. മച്ചാനെ ദൈവവിശ്വാസമൊന്നുമില്ല. എന്താണ് മച്ചാനെ ദൈവം? ഈ ദൈവം എന്നൊക്കെ പറഞ്ഞ സാർ ഞാൻ അറിയിക്കോളൂ സാറ്. എനിക്ക് അറിയിക്കാൻ പറ്റില്ല സാറ്. കുറെ നേരം എനിക്ക് വീട് മാറ്റി കളിക്കുന്നു. ഞങ്ങൾ എന്ത് ചെയ്യാനാണ് സാറേ? ഞങ്ങൾ എന്ത് പറഞ്ഞൊരു വീട്ടിൽ പോകും സാറ്? ഞങ്ങൾ അവരിലോട്ട് എങ്ങനെ നാട്ടിലോട്ട് പോകും? അവന്റെ അമ്മയെടുത്ത് ഞാൻ എന്ത് പറയും സാറ്? പിന്നെ ഡ്രഗ്സ് എത്ര അന്വേഷിച്ചിട്ട് ഈ 30 വയസ്സ് ചെറുപ്പക്കാരാണ് ഒരു സാധനം കൊണ്ടുവന്ന ലോകത്തിന്റെ ആദ്യകാലം പറഞ്ഞ സാധനങ്ങള് ആണോടാ?
അപ്പൊ അത്രയുള്ള കാര്യം. ഇപ്പൊ മനസ്സിലായി സിറ്റുവേഷൻ വെറുതെ പേടിച്ച് കഥ പറയാനുള്ള കാര്യം ആരുടെയും മുഖത്തോട്ട് സ്ട്രോങ് ആയിട്ട് പറയണം. ഹാപ്പിയല്ലേ? എന്നാ കിട്ടും മോശം വിചാരിക്കണമെങ്കിൽ ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ. പൊറോട്ട നിഫുഷാണ് ഇന്ന് രാത്രി ഞാൻ നിലക്കിടലും പൊറോട്ട ഇടുന്ന സ്ഥലത്ത് കഴിക്കാൻ പോകുന്നു. പോരുന്ന എൻ്റെ കൂടെ. ഇരിക്കും ഇവരുണ്ടപ്പാലിടും കവിതയൊക്കെ ആദ്യവിടെ 24 ജീവിക്കും. ഒക്കെ ഒരു ഭാഗ്യം പോലെ ജീവിതത്തിൽ ഒരിക്കൽ പോലും എനിക്കങ്ങേറെ എൻ്റെ അപ്പനായിട്ടോ അങ്ങേർക്ക് ഞാനൊരു മകനായിട്ടോ തോന്നിയിട്ടില്ല. സ്നേഹത്തോടെ എപ്പോഴെങ്കിലും ഒന്ന് അപ്പാന്ന് വിളിച്ചാ എന്നാണ് നാറിന്ന് അവിടെയൊക്കെ. പിന്നെ എങ്ങനെ സ്നേഹിക്കാനാ? ആരടാ എന്നെ കണ്ടതെന്ന് തോന്നിച്ച ചെയ്യൂടാ. ഇനി നീ എന്റെ കൊച്ചിന്റെ കാലത്ത് അനാവശ്യമായിട്ട് അവിടെ പൊന്തി പിടിച്ചെന്ന് നെഞ്ചാൻ കൂടി അവൻ പുറത്തിടും. നീ എന്നെ പറ്റി പുറത്ത് അന്വേഷിക്കണല്ല. പേര് ആന്റണി, അവരുടെ ലോക്കൽ ഗാർഡ്. കമ്പനി വെച്ചത് ഇതിന്റെ കൈകൊണ്ടാണെങ്കിലും കേസെടുത്തത് ചവിട്ടി പ്രകാശിന്റെ കയ്യിലാണ്. ചത്തവനം പൊത്തിയതും സ്വന്തം പാർട്ടിക്കാരായതുകൊണ്ട് കേസ് ചവിട്ടിയതിന്റെ പേരിലാണ്. ഹായ് ബാബൻ, കപ്പില്ലയോ? അതെങ്കിൽ ഊരിയെ തന്നെ കാപ്പാത്തോന്ന് ഞാൻ സ്വപ്നത്തിൽ പോലും കരുതിയതേ ഇല്ല. എല്ലാം ദൈവത്തിന്റെ അനുഗ്രഹം. വർഷങ്ങൾക്ക് ശേഷം സ്വന്തം വിജയനാനിക്കുന്ന നായകരായപ്പെട്ട ആദ്യം ഒന്ന് കളിക്കും, പിന്നീട് വാരാട്ടിക്കൊണ്ട് ഓടിവിടും, പിന്നീട് കാൽക്കണം. ഇത് കുഴിക്കുന്ന പുറത്തു പോകില്ല. ഈ കാണുന്ന മലയൊക്കെ കുത്തി തുറന്ന് കാടുന്ന കത്തി പാടുന്ന കത്തി കിടന്നതിന്റെ കാരണം നമുക്ക് വേണോ ചെയ്തേട്ടാ? മാളൂരിന്റെ ഒരു തരി മണ്ണോ മനസ്സോ കയ്യേറാണോ നിന്റെ ശ്രമം? ഇവിടെ തീരണം. ഇതൊക്കെ റിസ്ക് ആണ് സ്വാമി. മനസ്സുകൊണ്ട് ആഗ്രഹിച്ചില്ലെങ്കിലും ഒരുപാട് നാട്ടിനെ താങ്ങി പിടിച്ച് കേട്ടോ നോക്കിയതല്ലേ. എന്നിട്ട് ഇപ്പൊ എന്താ സ്വാമി? ആര് എപ്പോ മോളിൽ കയറാന്ന് ആള് തീരുമാനിക്കും. അതെ, ആ കുഞ്ഞുങ്ങളുടെ മനസ്സിൽ ഞാനിപ്പോഴും അയ്യപ്പന സ്വാമി ശരണം. 4 പേരെ ഉടുവസ്ത്രമഴിച്ച് തെരുവിൽ തല്ലുന്നു. അതൊന്ന് യുപിയിലല്ലേ? മാംസം കടത്തിയതിനൊരാളെ ആൾക്കൂട്ടം ചേർന്ന് തല്ലിക്കൊല്ലുന്നു. അതൊന്ന് ബീഹാറിലല്ലേ? പോലീസ് മർദ്ദനമേറ്റ് യുവാവ് കസ്റ്റഡിയിൽ വെച്ച് മരണപ്പെടുന്നു. അതൊന്ന് തൂത്തുക്കുടിയിലല്ലേ? വിശപ്പടക്കാൻ ഭക്ഷണം മോഷിച്ചതിന് ഒരാദിവാസി യുവാവിനെ ആൾക്കൂട്ടം ചേർന്ന് തല്ലിക്കൊല്ലുന്നു. അതിങ്ങ് കേരളത്തിലല്ലേ? അല്ല, ഇതെല്ലാം നടന്നത് ഇന്ത്യയിലാണ്. ഇന്ത്യയിൽ வாழ்க்கையை தேடி நானும் போறேன், காட்டில பாடும் பாட்டுக்காக சோதையில் பாடும் சோகப்பாட்டு சோடாம கலந்தி பாட போற மாமாவோ தாண்டி பெரிய லூசாண்டி அடி வாங்கியே நான் ஸ்ட்ராங்கான மாயாண்டி ஆனா நாம் போட்டி அதையும் தாண்டி போடாதுவே நாம் விரியான விருமான். நம்ம வாழ்க்கையில சும்மா ஏதோ ஒரு பணக்கார அதிர்ஷ்டத்தோட வாழ்க்கை கூடாது. ஒரு வாழ்க்கை வரலாற வளர்க்கிற ஒருத்தனை கொல்ல அவனை கூப்பிட்டு அவனை உட்காந்து வச்சு அவனை டீ நான் போட்டு கொடுத்து ஐயா சாமி நான் உனக்குள்ள போறது பெர்மிஷன் கேட்ட முதல் ஆள் நீ தான். இதுக்கு பதிலாக நீ என்கிட்ட நீ எல்லாம் பெரிய மனுஷன் உனக்கு கொள்றதுக்கான 27 வருஷமா வெயிட் பண்ணிட்டேன், என்னடா நீ பண்ண போற? சரி, உனக்கு நான் 2 நிமிஷம் டைம் தரேன். முடிஞ்சா உன்னையும் உங்க ஆளுகளையும் காப்பாற்றணும். செய்திகளுக்காக நாட்டு கேஸ் எடுக்க ஒழுங்கு சொல்லுவாங்க. ஜஸ்டிஸ் கிடைக்கிறது போராடுறீங்க. இது சிந்தனை 4 பேருக்கு உனக்கு போராடுது. கோர்ட்ல நீடி கிடக்கலாம், ரோட்ல அடங்கி போராடுறதுக்கு லோ எடுக்கிற வெப்பன். தட்ஸ் ஆல். ராஜா கண்ணோட சாவுக்கு காரணமான ஒவ்வொருத்தனையும் நாம் விட மாட்டோம். One man is terrorism, another man is revolution. നേരത്തെ സ്വതന്ത്രവാദിയുടെ രഹസ്യ പാടയുടെ ഇന്നത്തെ ദേശീയ ഗീതം. Tomorrow we will be sung for what we have done. ഗുജറാത്ത് തീവ്രവാദി എപ്പോഴപ്പെട്ട തീവ്രവാദി
இந்த ட்ரக்ஸ தீவிரமா எதிர்க்கிற தீவிரவாதி. ட்ரக்ஸ் எல்லாம் கெட்ட வாக்கில் இட்ஸ் எ விர்ച്യു. എന്റെ കണ്ടെയ്നർ മേലെ കൈവച്ചത് അപ്പൊ നീ പറഞ്ഞില്ലെങ്കിലോ ഞാനെന്താ നിന്നെ ടിന്നറിനെ കൂട്ടിയിട്ട് പോകും. എന്താ മോനെ നിനക്ക് 2 തവണ വിധികളെ വെച്ച് കളിക്കാൻ പറ്റില്ല. ഇത് ബ്രഹ്മയുഗ കലിയുഗത്തിന്റെ ഒരവപ്രാവശ്യം. എന്നോട് അൻപോട അണിയത്തി ചേച്ചി ചേട്ടന്മാർ എന്നൊന്നുമില്ല വിട്ടുപിടി. The whole world is my territory. ಬೆಂಗಳೂರು ಹೋಗ್ತಾ ಫುಲ್ಲ ಮುಂಜಾದ ತಿರುಪೂರ ಮಟ್ಟಿಯ ಹೋಗೋ ಟೈಗರ್ ಕಾ ಹುಕೋ. താങ്ക് യു സോ മച്ച്. എന്റെ ലൈഫിൽ ഞാൻ ഏകദേശം 8 വർഷമായി മിമിക്രി ഫീൽഡിൽ നിൽക്കുന്നു. ഇത്രയും സപ്പോർട്ടുള്ള ഒരു ക്രൗഡിനെ ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. ഈ ക്ഷേത്രത്തിന്റെ പുണ്യഭൂമിയിൽ നിന്ന് പെർഫോമൻസ് ചെയ്യാൻ വേണ്ടിയുള്ള സർവേശ്വരനോട് നന്ദി പറയുന്നു. ഒരിക്കലും മറക്കൂല ഈ ജനക്കൂട്ടം. താങ്ക് യു സോ മച്ച്.
എന്നൊന്നുമില്ല വിട്ടുപിടി. The whole world is my territory. ಬೆಂಗಳೂರು ಹೋಗ್ತಾ ಫುಲ್ಲ ಮುಂಜಾದ ತಿರುಪೂರ ಮಟ್ಟಿಗೆ ಹೋಗೋ ಟೈಗರ್ ಕಾ ಹುಕೋ. താങ്ക് യു സോ മച്ച്. എന്റെ ലൈഫില് ഞാൻ ഏകദേശം 8 വർഷമായി മിമിക്രി ഫീൽഡിൽ നിൽക്കുന്നു. ഇത്രയും സപ്പോർട്ടുള്ള ഒരു ക്രൗഡിനെ ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. ഈ ക്ഷേത്രത്തിന്റെ പുണ്യഭൂമിയിൽ നിന്ന് പെർഫോമൻസ് ചെയ്യാൻ വേണ്ടിയുള്ള സർവേശ്വരനോട് നന്ദി പറയുന്നു. ഒരിക്കലും മറക്കൂല ഈ ജനക്കൂട്ടം. താങ്ക് യു സോ മച്ച്. ഒന്നും പറയാനില്ല, എന്തെങ്കിലും പറഞ്ഞാൽ കുറഞ്ഞു പോകും. അതുകൊണ്ട് ഒന്നുമില്ല, നല്ലൊരു കൈയടി നമുക്ക് അശ്വന്തിന് കൊടുക്കാം അല്ലെ? മാനസാരൊരു കൈയടി. താങ്ക് യു. അപ്പൊ ഇനി വീണ്ടും നമ്മുടെ ബാക്കി പെർഫോമൻസിലേക്ക് കിടക്കുകയാണ്. സോ വൺസ് അഗൈൻ നിങ്ങൾ കാത്തിരിക്കുന്ന ആളുകൾ വരുന്നുണ്ട് കേട്ടോ. താങ്ക് യു. നിങ്ങളുടെ ചെക്ക് എല്ലാവരുടെ സെൽഫോൺ എടുത്തേ, എല്ലാവരുടെ ഫോൺ എടുത്തേ, നിങ്ങളുടെ ഫ്ലാഷ് ലൈറ്റ് ഒന്ന് കാണിച്ചേ. യെസ്, ഇവിടെ കുറച്ച് കാണാം, അവിടെ കാണാം, അവിടെ കാണാം, അവിടെ കാണാം. എല്ലാവരും നമുക്കിത് മൊത്തം നമ്മുടെ ഫോണിന്റെ ലൈറ്റ് വെച്ച് ലൈറ്റപ്പ് ചെയ്യാം. നമുക്ക് ഒരുമിച്ച് പാടാം കുറച്ച് പാട്ട്. റെഡി? കസവിന്റെ തട്ടമിട്ട് വെള്ളിയരഞ്ഞാണമിട്ട് പൊന്നിന്റെ കൊലുസുമിട്ടൊരു മുഞ്ചത്തെ കുന്താലി പുഴയൊരു കൊമ്പത്തെ കുന്താലി പുഴയൊരു കൊമ്പത്തെ ഇവരുടെ മുറ്റം പിന്നം കണ്ടുപറിച്ചവർ കൊണ്ടു നടന്നവർ കോഴി താഴി വളർത്തി കയറൂരി പാഞ്ഞു തന്നി പകർത്തി കുന്താലി പുഴയൊരു കൊമ്പത്തെ ആലുവ പുഴയുടെ തീരത്ത് ആരോരുമില്ല നേരത്ത് കണ്ണനം തെന്നി തെന്നി തേടി വന്നൊരു മാർഗഴിക്കാറ്റ് പറയാതെ പള്ളിയിൽ വെച്ചങ്കരളിൽ കീറിയൊളിച്ചവളെ പതിവായി പല വട്ടം മനസ്സിൽ ചൂളമടിച്ചവളെ പറയാതെ പള്ളിയിൽ വെച്ചങ്കരളിൽ കീറിയൊളിച്ചവളെ പതിവായി പല വട്ടം മനസ്സിൽ ചൂളമടിച്ചവളെ ആദ്യമായി ഉള്ളിൽ പൂത്ത പൂവല്ലേ സമ്മതം തന്ന നിന്നെ ആരി കെട്ടിക്കൊണ്ടുപോവില്ലേ. SPBനെ മിസ് ചെയ്യുന്ന എത്ര പേരുണ്ട് ഇവിടെ? അദ്ദേഹത്തിന്റെ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള പാട്ടുകളൊന്നാണ്. നമുക്ക് ഒരുമിച്ച് പാടാം. കാതൽ റോജ എങ്ങേ നീ എങ്ങേ കണ്ണേ വഴിയുതടി കണ്ണേ കാതൽ റോജ എങ്ങേ നീ എങ്ങേ കണ്ണേ വഴിയുതടി കണ്ണേ കണ്ണുക്കുൾ നീരം കണ്ണീരിൽ നീരം കണ്ണോടെ കാർക നെഞ്ചുക്കുൾ നീരം ഏതനതോ ഏതനതോ
मन्नत है मेरी, लौटा दे जन्नत वो मेरी। खुदा से मन्नत है मेरी, लौटा दे जन्नत वो मेरी। वो अमन वो चमन का नजारा, वो अमन वो चमन का नजारा। वो खुदाया लौटा दे कश्मीर दोबारा, वो खुदाया लौटा दे कश्मीर दोबारा। मेरी रूह की तस्वीर मेरा कश्मीर, वो खुदाया लौटा दे कश्मीर दोबारा। वो खुदाया लौटा दे कश्मीर दोबारा। मेरा कश्मीर, मेरा कश्मीर, मेरा कश्मीर, मेरा कश्मीर, मेरा कश्मीर, मेरा कश्मीर। किसी रोज तुमसे मुलाकात होगी, मेरी जान उस दिन मेरे साथ होगी। मगर कब न जाने ये बरसात होगी। मेरा दिल है प्यासा, मेरा दिल अकेला। जरा तस्वीर से तू निकल के सामने आ, मेरी महबूबा, मेरी महबूबा, मेरी महबूबा, मेरी महबूबा, मेरी महबूबा, मेरी महबूबा। जरा तस्वीर से तू निकल के सामने, मेरी महबूबा। मिन्ना मिनुंगे मिन्ना मिनुंगे मिन्നം मिनुंगे इങ്ങോട്ടാണ് ഇങ്ങോട്ടാണ് തിടുക്കം നീ തനിച്ചല്ലേ പേടിയാകില്ലേ കൂട്ടിന് ഞാനും വന്നോട്ടെ മിന്നാ മിനുങ്ങി മിന്നം മിനുങ്ങി ഇങ്ങോട്ടാണ് ഇങ്ങോട്ടാണ് തിടുക്കം നീ തനിച്ചല്ലേ പേടിയാകില്ലേ കൂട്ടിന് ഞാനും വന്നോട്ടെ മിന്നാ മിനുങ്ങി Thank you. താങ്ക് യു സോ മച്ച് വൺസ് അഗൈൻ വിനീതേട്ടാ. അങ്ങനെ നിങ്ങൾ എല്ലാവരും ഭയങ്കര ആവേശത്തിലാണെന്ന് അറിയാം. അപ്പോ ആ ആവേശം കുറച്ചുകൂടെ കൂട്ടാനായിട്ട് നമ്മുടെ അൽസമദ് ആൻഡ് സഞ്ജിത് സലാമ ഓൺ ദി സ്റ്റേജ്. എടാ മോനെ, നാവിൻ നന്മകനെ പൊന്മകനെ മുത്തയവനെ മിന്നും സൂര്യനും ചന്ദ്രനും നയവനെ കാലം കാത്തു വച്ച രക്ഷകനെ സംഹാരകനെ ഞങ്ങൾ കണ്ണനായി വന്നവനെ വയനെ മാറിപ്പോഴും പെണ്ണൻ വന്നാൽ കൊണ്ടില്ലേ ഇതിക്കും ചിന്തി വാഴും രാജാപതി എല്ലാവരും ചൊല്ല് ഇവനെ തൊഴുവാണ് എന്നും ജനത്തിലേക്ക് കാലം കൊടുത്തു വച്ച സ്വർഗവഴും ഞങ്ങൾ കണ്ണനായി വന്നവരെ വയനെ മാറിപ്പോയി അണ്ണൻ വന്നാൽ കൊണ്ടില്ലേ എല്ലാവരും ചൊല്ല് ഇവനെ തൊഴുവാണ്
അതെങ്കിൽ ഉയർത്തന്നെ കാത്താത്തോന്ന് ഞാൻ സ്വപ്നത്തിൽ പോലും കരുതിയതേയില്ല. എല്ലാം ദൈവത്തിന്റെ അനുഗ്രഹം. വർഷങ്ങൾക്ക് ശേഷം സ്വന്തം യജമാനിക്കുന്ന നായയെ പോരാട്ടപ്പെട്ട ആദ്യം ഒന്ന് കളിക്കും, പിന്നീട് വാലാട്ടിക്കൊണ്ട് ഓടിവിടും, പിന്നീട് കാൽക്കണം. ഇത് കുളിക്കുന്നതേ ഉള്ള പുറത്തു പോകില്ല. ഈ കാണുന്ന മലയൊക്കെ കുത്തി തുറന്ന് കാടുന്ന കത്തി പാടുന്ന കത്തി കിടന്നതിന്റെ കാരണം നമുക്ക് വേണോ ചെയ്തേട്ടാ? മാളൂരിന്റെ ഒരു തരി മണ്ണോ മനസ്സോ കയ്യേറാണോ അതിന്റെ ശ്രമം? ഇവിടെ തീരണം. ഇതൊക്കെ റിസ്ക്കാണ് സ്വാമി. മനസ്സുകൊണ്ട് ആഗ്രഹിച്ചില്ലെങ്കിലും ഒരുപാട് നാട്ടിനെ താങ്ങി പിടിച്ചേക്കേണ്ട നോക്കിയതല്ലേ. എന്നിട്ട് ഇപ്പൊ എന്താ സ്വാമി? ആര് എപ്പോ മോളിൽ കയറാന്ന് ആള് തീരുമാനിക്കും. അത് ആ കുഞ്ഞുങ്ങളുടെ മനസ്സിൽ ഞാനെപ്പോഴും അയ്യപ്പന സ്വാമി ശരണം. 4 പേരെ ഉടുവസ്ത്രമഴിച്ച് തെരുവിൽ തല്ലുന്നു. അതൊന്ന് യു പിയിലല്ലേ?
മാംസം കടത്തിയതിനൊരാളെ ആൾക്കൂട്ടം ചേർന്ന് തല്ലിക്കൊല്ലുന്നു. അതങ്ങ് ബീഹാറിലല്ലേ? പോലീസ് മർദ്ദനമേറ്റ് യുവാവ് കസ്റ്റഡിയിൽ വെച്ച് മരണപ്പെടുന്നു. അതങ്ങ് തൂത്തുക്കുടിയിലല്ലേ? വിശപ്പടക്കാൻ ഭക്ഷണം മോഷിച്ചതിന് ഒരാദിവാസി യുവാവിനെ ആൾക്കൂട്ടം ചേർന്ന് തല്ലിക്കൊല്ലുന്നു. അതിങ്ങ് കേരളത്തിലല്ലേ? അല്ല, ഇതെല്ലാം നടന്നത് ഇന്ത്യയിലാണ്. ഇന്ത്യയിൽ வாழ்க்கையை தேடி நானும் போறேன், காட்டில பாடும் பாட்டுக்காக சோதையில் பாடும் சோகப்பாட்டு சோடாம கலந்தி பாட போற மாமாவோ தாண்டி பெரிய லூசாண்டி அடி வாங்கியே நான் ஸ்ட்ராங்கான மாயாண்டி ஆனா நாம் போட்டி அதையும் தாண்டி போடாதுவே நாம் விரியான விரும்பான். நம்ம வாழ்க்கையில சும்மா ஏதோ ஒரு பணக்கார சத்தோட வாழ்க்கை கூடாது. ஒரு வாழ்க்கை வரலாறா வாழ்க்கிற ஒருத்தனை கொல்ல அவனை கூப்பிட்டு அவனை உட்கார வச்சு அவனை டீ நான் போட்டு கொடுத்து ஐயா சாமி நான் உனக்குள்ள போறது பெர்மிஷன் கேட்ட முதல் ஆள் நீ தான். இதுக்கு பதிலாக நீ என்கிட்ட நீ எல்லாம் பெரிய மனுஷன் உனக்கு கொள்றதுக்கு நான் 27 வருஷமா வெயிட் பண்ணிட்டேன், என்னடா நீ பண்ண போற? சரி, உனக்கு நான் 2 நிமிஷம் டைம் தரேன். முடிஞ்சா உன்னையும் உங்க ஆளுகளையும் காப்பாற்றுவேன். செய்திகளுக்காக நான் இந்த கேஸ் எடுக்கல சார். ஒழுங்கு சொல்லுவோம் பாய்ட்டு உங்களுக்கு ஜஸ்டிஸ் கிடைக்கிறது போராடுறேன். இதுக்கு சிங்கரு 4 பேரு பொண்ணுக்காக போராடுறேன். கோர்ட்ல நீடி கிடக்கலாம், ரோட்ல இறங்கி போராடுறதுக்கு லோ எடுக்கிற வெப்பன். தட்ஸ் ஆல். ராஜா கண்ணோட சாவுக்கு காரணமான ஒவ்வொருத்தனையும் நாம் விடமாட்டோம். One man is terrorism, another man is revolution. നേരത്തെ സ്വതന്ത്രവാദിയുടെ രഹസ്യ പാടയുടെ ഇന്നത്തെ ദേശീയ ഗീതം. Tomorrow we will be sung for what we have done. ഗുജറാത്ത തീവ്രവാദി എപ്പോഴപ്പെട്ട തീവ്രവാദി? இந்த ட்ரக்ஸ தீவிரமா எதிர்க்கிற தீவிரவாதி. ட்ரக்ஸ் எல்லாம் கெட்ட வாக்கில் இட்ஸ் எ விர்ച്യു. എന്റെ കണ്ടെയ്നർ മേലെ കൈവച്ചത് അപ്പൊ നീ പറഞ്ഞില്ലെങ്കിലോ ഞാൻ എന്താ നിന്നെ ടില്ലറിനെ കൂട്ടിയിട്ട് പോകും. എന്താ മോനെ നിനക്ക് 2 തവണ വിധിപണയം വെച്ച് കളിക്കാൻ പറ്റില്ല. ഇത് ബ്രഹ്മയുഗ, കലിയുഗത്തിന്റെ ഒരവപ്രശ്നം. എന്നോട് അൻപോട അണിയത്തി ചേച്ചി ചേട്ടന്മാർ